ചന്തു മലയാളികളുടെ മറ്റൊരു ഹിറ്റ് ബോയ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം സലിമേട്ടൻ, അതെന്തായിരുന്നു ആ ഒരു ഭാവം? ഒന്നുമില്ല. ഓക്കെ, സോ ആദ്യം അച്ഛൻ്റെ ആ ഒരു ടൈറ്റിലായിരുന്നു, പക്ഷെ ഇപ്പോ യു ആർ എ ക്യാരക്ടർ ആൻഡ് യു ഹവ് വൺ ഇറ്റ് ബൈ യുവർ സെൽഫ്. സോ എന്താണ് നമ്മളുടെ ലുലുവിലുള്ള ഇവരോട് എല്ലാവരോടും പറയാനുള്ളത്? അല്ല, ഒരുപാട് സന്തോഷം അതില്. എനിക്ക് നടികറിനെ പറ്റിയാണ് പറയാനുള്ളത്. ജീൻചേട്ടൻ എന്നെ അടിച്ചു കഴിഞ്ഞ് ജ്യൂസ് അടിക്കാൻ പറ, ഇനി അടിക്കണല്ല. നടികറിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ മഞ്ഞുമല്ല ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതായത് ഞങ്ങൾ നടികറിന്റെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും, അല്ല മഞ്ഞുമല്ല പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും നടികറിന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക്, അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല, അങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്ക് അച്ഛൻ്റെ മുമ്പിൽ ആളാവാനായിട്ട് അവസരം ഒരുക്കി തന്ന ആളാണ് ജീൻചേട്ടൻ. ജീൻചേട്ടനോടാണ് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. അവിടെ ഞാൻ തോറ്റില്ല. ജീൻചേട്ടൻ്റെ പടം കഴിയുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു, ഞാൻ പോയി. പിന്നെ എല്ലാവരോടും ആലൻ ചേട്ടൻ, അനുപേട്ടൻ എന്ന് പറഞ്ഞ അവിടെ അനുപേട്ടനോടെ ഫ്രണ്ടിൽ തന്നെ ഇരുത്തിയ അനുപേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചേട്ടനെ പോലെയാണ്. പുള്ളിക്ക് ഞാൻ അനിയനെ പോലെ. എല്ലാവരും ലാലങ്ങളിലേക്ക് ഒരു മൂവിയുടെ പാട്ടാവാൻ പറ്റിയതിൽ അത് നടികറിന്റെ ഒരു ഫസ്റ്റ് ഗോള് വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞ കാര്യം ലാലേട്ടന്റെ ലാലേട്ടന്റെ പടമാണ്, നീ എന്തായാലും പോയി ചെയ്യണം, കാതേ വാഴയ്ക്കൊന്നും കേൾക്കൊന്നും വേണ്ട, എന്തായാലും ചെയ്യണം. കാരണം അച്ഛന്റെ ആദ്യത്തെ ഹിറ്റ് തെങ്കാശിപ്പെടണം, ഫസ്റ്റ് ഹിറ്റ് തെങ്കാശിപ്പെടണം. അത് ലാലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത പടം. അപ്പോൾ ഇത് നടികറും അടുത്തൊരു പരിപാടിയായി മെയിൻ പരിപാടിയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും അങ്ങനെ ആക്കി തരണം. അല്ല, അതെനിക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം ഇപ്പോ മഞ്ഞുമലിന്റെ കഥ പറഞ്ഞു, അതൊരു ഹിറ്റായി. ഇനി രണ്ടാമത്തെ ഇതൊരു മെയിൻ പരിപാടി ആവട്ടെ, അല്ലേ? എന്തായാലും ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ചന്തു? ഈ നമ്മുടെ എല്ലാവരും, എനിക്ക് തോന്നുന്നു ചന്തുവിനെ കാണാനായിട്ട് കൂടെ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു കൂട്ടത്തിൽ. അങ്ങനെയൊന്നുമില്ല ഇല്ലേ? അതെ, കണ്ടില്ലേ? താങ്ക് യു. വേറൊന്നും പറയാനില്ല. എല്ലാവരും എല്ലാ പരിപാടിക്കും എല്ലാവരും വന്ന് പറയണ പോലെ തന്നെ മെയ് 3 പടം റിലീസാവും, വന്ന് കാണാം. താങ്ക് യു. അതെ, വന്ന് കാണാൻ വിജയിപ്പിക്കുക. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ആൻഡ് ഇപ്പോ നമ്മള് ജീൻചേട്ടന്റെ മൂവീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ മനസ്സിൽ കയറി വരുന്ന ഒരു മുഖമുണ്ട്. അദ്ദേഹത്തെ നമുക്ക് അടുത്തായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ബാലു, ഒരു നല്ല കയ്യടി എടുത്തുകൊണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ ഒരു സിനിമയിലും നായകന്റെ ഒരു ഫ്രീക്ക് കൂട്ടുകാരനുണ്ടാവില്ലേ, അതാണ് ബാലു. ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും ആ ഒരു സ്പേസ് എല്ലാവരുടെ മനസ്സിലുണ്ട്, ലൈക്ക് നെക്സ്റ്റ് ഡോർ ബോയ്. സോ എന്താണ് നടികർ വിശേഷം? ഹലോ, അടിപൊളി. എനിക്കറിയായിരുന്നു എടപ്പള്ളിയില് നമ്മുടെ ലുലു മോളൊരു പരിപാടി വെച്ച് ഞാൻ കലക്കുമെന്ന്. കാര്യം എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. ഇതും എൻ്റെ വീട് പോലെയാണ്. എല്ലാ ദിവസവും ദിവ്യ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒരു 2 ദിവസമെങ്കിലും വരുന്ന പോലത്തെ സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് വെച്ചെങ്കിലും ഒരു പരിപാടി നടത്താൻ പറ്റി. ജീൻചേട്ടൻ്റെ പടം നമ്മളെല്ലാവരും കൂടി ചെയ്യുന്ന നമ്മളൊരു കലക്കൻ സിനിമ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പ്രൊമോഷൻ വന്ന് നിൽക്കാൻ പറ്റിയിട്ട് വളരെ സന്തോഷം. കൂടുതൽ തള്ളി മറിക്കുന്നൊന്നുമില്ല. 3-ാം തീയതി പടം ഇറങ്ങുകയാണ്. നല്ല പടമാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ ഹാപ്പി ആയിട്ടുള്ള സിനിമയാണ്. സോ ഡെഫിനറ്റ്ലി പടം തിയേറ്ററിൽ പോയി കാണാം. താങ്ക് യു. എന്താണ് ഞങ്ങൾ ബാലുവിനെ കാണാനായിട്ട് തിയേറ്ററിൽ പോകുമ്പോൾ ഞങ്ങൾ എന്താ പ്രതീക്ഷിക്കേണ്ടത് നടികറിലെ? എന്നെ കാണാൻ മാത്രമല്ല, ശരിക്കും ഈ പടം ഇപ്പൊ പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഭയങ്കര അടിച്ചുപൊളി മാത്രമുള്ളൊരു പരിപാടിയാണ്. പക്ഷെ നമ്മൾ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന അയാളുടെ ജീവിതമാണ് മൊത്തം നമ്മൾ കാണിച്ചു പോകുന്നത്. അയാളുടെ അപ്സ് ആൻഡ് ഡൗൺസും കുറേ കാര്യങ്ങളാണ് കാണിച്ചു പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാരെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കലക്കൻ സിനിമയാണ് നടികർ. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഒരു നല്ല കൈയടി കൊടുക്കാം. താങ്ക് യു മാൻ. ഞാൻ വെച്ച മൈക്കും കൊണ്ടുപോകാൻ